കൊലകൊലയായി പൂക്കുന്ന നമ്മുടെ അട്ടിപ്പൊളി വെറൈറ്റിയാണ് കാവേരി കേട്ടോ. അപ്പം അതിൻ്റെ ട്യൂബർ എങ്ങനെയാണ് വളരെ വൃത്തിയായിട്ട് നടാമെന്നുള്ള രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള വലിയൊരു പോട്ട് എടുക്കുക. ശേഷം നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി, ഒരിക്കലും പച്ച ചാണകപ്പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. പച്ച ചാണകപ്പൊടി അല്ല, പച്ച ചാണകം യൂസ് ചെയ്യരുത്, ഉണക്ക ചാണകപ്പൊടി വേണം യൂസ് ചെയ്യാനായിട്ട്. അത് നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് എല്ലുപൊടി. എല്ലുപൊടി നമുക്ക് ഒരു പിടി വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ പോട്ട് ചെറുതല്ലേ, അപ്പം വലിയ പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പിടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ ചെറിയ പോട്ടയാകുമ്പോൾ നമുക്ക് ഒറ്റ പിടി എല്ലുപൊടി മാത്രം മതി. ശേഷം ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാട്ടോ. ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കൾ തരും നമുക്ക്. പക്ഷേ ഞാനതൊന്നും ഇടാതെ വെച്ചിട്ടും എനിക്ക് ഒരുപാട് പൂക്കൾ വെറൈറ്റി കുറേ പൂക്കൾ എന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ കാവേരി. അപ്പം ഞാൻ എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാണകപ്പൊടിയിലേക്കൊന്ന് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക. ആ കാണുന്ന ഈ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തേക്കുക കേട്ടോ. കാരണം നമുക്ക് താമരയ്ക്ക് വളരുമ്പം ഈ കല്ലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് താമര ട്യൂബർ വളരാനായിട്ട്. ശേഷം നമ്മുടെ സാധാരണ മണ്ണാണിത്, വീട്ടിൽ കിട്ടുന്ന മണ്ണ്. നമുക്ക് ചളിയൊന്നും ആവശ്യമില്ല. സാധാരണ വീട്ടിലുണ്ടാവുന്ന നമ്മുടെ ഗാർഡൻ സോയിൽ മതി. അതല്ല ചുവന്ന മണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതിലും ഒരുപാട് കല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. മണ്ണിൻ്റെ തന്നെ കട്ട പോലെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈവച്ച് പൊടിക്കാൻ പറ്റുന്നതൊക്കെ കൈവച്ച് പൊടിച്ചു കൊടുക്കുക. അല്ലാതെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയേക്ക് കേട്ടോ. അപ്പം ഈ മണ്ണിടുമ്പം 70% നമ്മൾ പൊട്ടി മിക്സും അതുപോലെ തന്നെ മണ്ണും കൂടെ ആക്കിയിരിക്കണം. അപ്പം കണ്ടില്ലേ, ഒരു 70% വരുമ്പോൾ ഒരു ബാക്കി വരുന്ന 30% മാത്രമാണ് നമുക്ക് വെള്ളമായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശേഷം നമ്മുടെ കാവേരി വെക്കുന്നതിന് മുമ്പ് തന്നെ, ട്യൂബർ നടുന്നതിന് മുമ്പ് ജസ്റ്റ് ആ മണ്ണൊന്ന് നമ്മൾ നനച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം നിറച്ചിട്ട് നമുക്ക് ട്യൂബർ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ നല്ലത് വെള്ളം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തും ജസ്റ്റ് ചളി രൂപത്തിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ ട്യൂബർ വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പാടായിരിക്കും. ഇതാകുമ്പോൾ നൈസായിട്ട് അങ്ങ് നമുക്ക് ഫിക്സും ചെയ്യാം. അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം നിറച്ച് കൊടുത്താൽ മതി. അപ്പം ഇതിന് ട്യൂബർ നമുക്ക് അവൈലബിൾ ആണ്. വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ട്യൂബർ നടുമ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല അത്യാവശ്യം നല്ല വലിയ ട്യൂബറാട്ടോ. പിന്നെ നോഡാണ് ഈ കാണുന്നത്, ഞാൻ പിച്ചെടുക്കുന്ന ഭാഗം നോഡാണ്. അതിൽ കറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ പേർത്തി കളയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതും കൂടെ ചിലപ്പോൾ വെച്ചാൽ ചിലപ്പോൾ ട്യൂബർ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് കൈവച്ച് ഇളക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രം കൈവച്ച് ഇളക്കിയെടുക്കുക. ബാക്കി കൂടുതലായിട്ട് ഇളക്കി അതിൻ്റെ നോടൊന്നും പൊട്ടിച്ചളയരുത്. ഇളക്കിയെടുക്കാൻ നമുക്കറിയാൻ പറ്റില്ല. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്കത് പേർന്ന് വരുന്നൊരു രീതി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പേർത്തി കൊടുക്കുക. ശേഷം നമ്മൾ പോട്ടിൻ്റെ അങ്ങേ അറ്റത്ത് വേണം വെക്കാൻ കേട്ടോ. കണ്ടോ, അത് ഞാൻ വെച്ചിരിക്കുന്ന പോലെ തന്നെ വെക്കണം. ആ നോഡുകൾ രണ്ടും പുറത്തോട്ട്, എത്ര നോഡുണ്ടോ ആ നോഡുകളൊക്കെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ നോഡ് വെക്കാനായിട്ട്. ഒരുപാട് ഉള്ളിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ട്യൂബർ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും ഫുള്ളായിട്ട് താഴത്തേക്ക് വെക്കരുത്. നോഡുകൾ വെക്കുക. ശേഷം എന്തെങ്കിലും നമ്മുടെ ഓസ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ വെച്ചതിൻ്റെ അടുത്തേക്ക് കൊടുക്കരുത്.